Good morning, students. നമുക്ക് ഇന്ന് ഒരു പ്രോബ്ലം അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും നോർമൽ ലോസും എല്ലാം കൂടെ വരുന്നൊരു പ്രോബ്ലം ചെയ്യാം. ദിസ് ഈസ് an essay type problem. Product X is obtained after it passes through 3 distinct processes. You are required to prepare process accounts from the following information. So product X passes through 3 distinct processes. Okay, and the total amount, processes 1, 2 and 3, the information is given. Material, process 1 5200, process 2 3960, process 3 5924. Direct total 15,084. Direct wages, process 1 4000, process 2 6000, process 3 8000, thus total 18,000. Production overhead total 18,000. 1000 units at the rate of 6 per unit were introduced in process 1, that is a material input introduced. Production overhead to be distributed as 100% on direct wages. Production overhead total is 18,000, that is to be distributed to process 1, 2 and 3 according to 100% of direct wages. Then actual output, normal loss and value of scrap per unit. Process 1, actual output to 950, normal loss 5%, value of scrap 4 per unit. Process 2, 840, normal loss 10%, value of scrap 8. Process 3, 750 actual output, normal loss 15%, value of scrap 10 per unit. So this is the problem. This is a question given, and according to this question you have to prepare all the process account, then normal loss account, abnormal loss account and abnormal gain account if any. Okay, so first ശ്രദ്ധാപൂർവ്വം നല്ല കെയർഫുള്ളായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. എന്നിട്ട് ആദ്യം നമുക്ക് പ്രോസസ് 1 അക്കൗണ്ട് വരയ്ക്കാം. സോ ദിസ് ഈസ് എ പ്രോസസ് 1 അക്കൗണ്ട്. particulars unit amount. First 2 unit introduced at the rate of 6 per unit, that is additional information given. 1000 unit were introduced at 6 per unit. So in unit column 1000, amount column 6000. 2 material 5200, process 1 in തന്നിട്ടുണ്ട്. 2 direct wages 4000. 2 പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്താ പറഞ്ഞേക്കണേ, ഡയറക്റ്റ് വേജിൻ്റെ അതേ പെർസെൻറ്റേജിൽ കൊടുത്തോളാൻ, അപ്പോൾ 4000. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ബൈ നോർമൽ ലോസ് എക്സ്പെക്റ്റഡ് ഈസ് 5% ഇൻ പ്രോസസ് 1. സോ 1000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ 5% നോർമൽ ലോസ് 50 കിട്ടും. അതിന് ഇൻറ്റു 4 അതിൻ്റെ റേറ്റ് പെർ യൂണിറ്റ്, അപ്പോൾ 50 × 4 200. ബൈ പ്രോസസ് 2 അക്കൗണ്ട് ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ഗിവൺ ആസ് 950, അപ്പോൾ അതും കൊടുത്തു. ഇനി നോക്കി ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് കോളം യൂണിറ്റ് ടോട്ടൽ 1000, ക്രെഡിറ്റ് കോളം യൂണിറ്റ് ടോട്ടൽ 1000. സോ ദർ ഈസ് നോ അബ്നോർമൽ ലോസ്, നോ അബ്നോർമൽ ഗെയിൻ. ടാലി ആയിപ്പോയി അല്ലേ. അപ്പോൾ രണ്ടും കൂടി ടോട്ടൽ ചെയ്യുക. ബാലൻസിങ് ഫിഗർ 19,000 വരും. അത് പ്രോസസ് 2 അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കോസ്റ്റ് പെർ യൂണിറ്റ് 19,000 ഡിവൈഡഡ് ബൈ 950, 20 rupees കിട്ടും. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് പ്രോബ്ലം തനിയെ ചെയ്ത് നോക്കുക. എന്നിട്ട് അത് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ മിസ്സിൻ്റെ ആൻസർ നോക്കാവൂ. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടു. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എടുക്കുക, അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ചെയ്ത് പറഞ്ഞ പോലെ ചെയ്തു. പ്രോസസ് 1 നോ അഡ്ജസ്റ്റ്മെൻറ്റ്, നോ അബ്നോർമൽ ഗെയിൻ, നോ അബ്നോർമൽ ലോസ്. ദ നെക്സ്റ്റ് ഈസ് പ്രോസസ് 2 അക്കൗണ്ട്. പ്രോസസ് 2 അക്കൗണ്ട് ഫസ്റ്റ് ഐറ്റം പ്രോസസ് 1 നിന്നുള്ള ട്രാൻസ്ഫർ. ഇപ്പോൾ 2 പ്രോസസ് 1 അക്കൗണ്ട്, യൂണിറ്റ് കോളം 950, എമൗണ്ട് കോളം 19,000. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മെറ്റീരിയൽ ഫോർ പ്രോസസ് 2 3,960, 2 ഡയറക്റ്റ് വേജസ് 6,000, 2 പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്താ പറഞ്ഞേക്കണേ, ഡയറക്റ്റ് വേജ് എത്രയാണോ അതിൻ്റെ 100%. അപ്പോൾ 2 പ്രൊഡക്ഷൻ ഓവർഹെഡ് 6000. ഓക്കെ, അത്രയും ഡെബിറ്റ് സൈഡ് കഴിഞ്ഞു.
എപ്പോഴും ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു വരി എഴുതാനുള്ള സ്ഥലം വിടണം. കാരണം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയില്ല അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒരു വരിക്കുള്ള ഗ്യാപ്പ് വിടുക. ക്രെഡിറ്റ് സൈഡിൽ ഫസ്റ്റ് ആയിട്ട് ഏതാണ്? ബൈ നോർമൽ ലോസ്. നോർമൽ ലോസിൻ്റെ കേസിൽ പ്രോസസ് 2 നോർമൽ ലോസ് എത്രയാണെന്ന് നോക്കി. 10% ഈസ് ഗിവൺ. ഓക്കെ, സോ ദ ടോട്ടൽ ഔട്ട്പുട്ട് ഈസ് 950. 950യുടെ 10/100 എന്ന് പറഞ്ഞാൽ എത്ര വരും? 95 യൂണിറ്റ് കോളം. ഇനി അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ പ്രോസസ് 2 എത്ര തന്നേക്കണേ? ഓരോ പ്രോസസ്സിനും ഡിഫറെൻറ്റാണ് തന്നേക്കണേ കേട്ടോ. അപ്പോൾ പ്രോസസ് 2ൻ്റെ സ്ക്രാപ്പ് വാല്യൂ തന്നേക്കണത് 8 റുപ്പീസാണ്. അപ്പോൾ 95 യൂണിറ്റ് കോളം 95 × 8 760 കിട്ടും. അത് എമൗണ്ട് കോളത്തിൽ എഴുതാം. ഓക്കെ, ഇനി കുറച്ച് താഴേക്ക് ആക്കിയിട്ട് ബൈ പ്രോസസ് 3 അക്കൗണ്ട്, അത് ക്വസ്റ്റ്യനിൽ നോക്കണം. പ്രോസസ് 2ൻ്റെ ഔട്ട്പുട്ട് എത്രയാണ് തന്നേക്കണേന്ന് നോക്കൂ. ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് 2 840 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൈ പ്രോസസ് 3 അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് കോളം 840 എഴുതാം. ഓക്കെ, എമൗണ്ട് കോളം എഴുതാനായിട്ട് അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാലൻസിങ് ഫിഗർ എഴുതാൻ പറ്റുള്ളൂ, അതിനുള്ള സ്പേസ് വിടുക. ഇനി നിങ്ങൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കൂ. ഡെബിറ്റ് സൈഡിൽ 950 ആണ് നമുക്ക് ടോട്ടൽ വന്നേക്കണേ. അതിൽ നിന്ന് 95 എന്ത് വന്നിട്ടുണ്ട്? നോർമൽ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ 950യിൽ നിന്ന് 95 നോർമൽ ലോസ് കഴിച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടേണ്ടത് എത്രയാണ്? 950 മൈനസ് 95 855 ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടേണ്ടത് 855 ആണ്. പകരം നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 840 ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് 15 യൂണിറ്റ്സ് മിസ്സിംഗ് ആണ്, കാണാനില്ല. ഇനി നിങ്ങൾ ഒന്നും കൂടി എളുപ്പത്തിൽ ചെയ്ത് നോക്കിക്കോ. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 950 ഇല്ലേ? ക്രെഡിറ്റ് സൈഡ് ടോട്ടലോ 95 ഉണ്ട് 840 ഉണ്ട്. അപ്പോൾ 935 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 15 യൂണിറ്റിൻ്റെ കുറവുണ്ട്. അതേത് ക്രെഡിറ്റ് സൈഡിലാണ് കുറവ്? അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അബ്നോർമൽ ലോസ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് അബ്നോർമൽ ലോസ് 15 എഴുതി. ഇനി അതിൻ്റെ താഴെ എമൗണ്ട് അറിയില്ല, എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം? വർക്കിംഗ് നോട്ടിൽ അത് കണ്ടുപിടിക്കാം. മിസ് താഴെ വർക്കിംഗ് നോട്ട് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇൻപുട്ട് 950 ലെസ് നോർമൽ ലോസ് 10% 95. അപ്പോൾ നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 855 ആണ്. ബട്ട് ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ഓൺലി 840. സോ ദ ബാലൻസിങ് ഫിഗർ 15 വിൽ ബി അബ്നോർമൽ ലോസ്. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഈക്വൽ ടു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ്. അത് തന്നെ സെയിം ഇക്വേഷൻ. അപ്പോൾ എങ്ങനെ കിട്ടും? നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് ടോട്ടൽ എടുക്കുക. അപ്പോൾ 34,960 എന്ന് വരും. മൈനസ് നോർമൽ ലോസിൻ്റെ വാല്യൂ എത്രയാണ്? 760. അപ്പോൾ 34,960 മൈനസ് 760, അതാണ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് എത്ര കിട്ടിയേക്കണേ നമുക്ക്? 855 ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ് 15. ആൻസർ എത്ര വരും? 600 എന്ന് ആൻസർ വരും. അവിടെ നിങ്ങൾ 2 സ്റ്റാർ കൊടുക്കുക. നേരെ എമൗണ്ട് കോളം അബ്നോർമൽ ലോസിൻ്റെ എമൗണ്ട് കോളം 600 എന്ന് ചെയ്താൽ സ്റ്റാർ ഇടുക. ഇനി ടോട്ടൽ ചെയ്യുക, 2 സൈഡും ടോട്ടൽ ചെയ്യുക. ബാലൻസിങ് ഫിഗർ എത്ര കിട്ടണോ അതെവിടെ എഴുതുക? ബൈ പ്രോസസ് 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇൻ ദിസ് പ്രോബ്ലം ദ ബാലൻസിങ് ഫിഗർ ഈസ് 33,600. അതവിടെ എഴുതി. ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചോളൂ. എങ്ങനെയാണ് കാണാം? 33,600 ഡിവൈഡഡ് ബൈ 840. സോ ദ ആൻസർ വിൽ ബി ₹40. മനസ്സിലായോ? ഈ പ്രോബ്ലത്തിൽ നമുക്ക് അബ്നോർമൽ ലോസാണ് വന്നേക്കണേ. അപ്പോൾ അബ്നോർമൽ ലോസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചേക്കണേ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴാണ് അബ്നോർമൽ ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് അറിയുള്ളൂ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ അബ്നോർമൽ ഗെയിൻ എഴുതാനുള്ള സ്ഥലം വിടുക. ക്രെഡിറ്റ് സൈഡിൽ നോർമൽ ലോസിനും പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇടയിലായിട്ട് ഒരു അബ്നോർമൽ ലോസും ഉണ്ടെങ്കിൽ എഴുതാനുള്ള ഗ്യാപ്പ് വിടുക. എന്നിട്ട് താഴേക്ക് ഇറക്കി പ്രോസസ് 3 അക്കൗണ്ടിൽ നിന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ?
നെക്സ്റ്റ് നമുക്ക് പ്രോസസ് 3 അക്കൗണ്ട് വരയ്ക്കാം. പ്രോസസ് 3 അക്കൗണ്ടിലേക്കുള്ള ഫസ്റ്റ് ഐറ്റം ഏതാണ്? ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് 2. അപ്പോൾ ടു പ്രോസസ് 2 അക്കൗണ്ട്, യൂണിറ്റ് കോളം 840, എമൗണ്ട് കോളം 33,600. ദെൻ ടു മെറ്റീരിയൽ, ക്വസ്റ്റ്യനിൽ നോക്കുക, പ്രോസസ് 3യുടെ മെറ്റീരിയൽ എത്രയാണ്? 5,924. ടു ഡയറക്റ്റ് വേജസ്, ഹൗ മച്ച്? 8,000. ടു പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്താ പറഞ്ഞേക്കണേ? ഡയറക്റ്റ് വേജിൻ്റെ തന്നെ 100%. അപ്പോൾ അതും 8,000 തന്നെ. മിസ് എപ്പോഴും പറഞ്ഞു അബ്നോർമൽ ഗെയിൻ ഉണ്ടെങ്കിൽ എഴുതാൻ ഒരു സ്ഥലം വിടുക, നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോവാം. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് തന്നേക്കുന്നത് ബൈ നോർമൽ ലോസ് എത്രയാണ്? തേർഡ് പ്രോസസ്സിൽ 15% ആണ്. അപ്പോൾ 840യുടെ 15% എന്ന് പറയുമ്പോൾ എത്ര വരും? 126. അതാണ് യൂണിറ്റ് കോളം എഴുതേണ്ടത്. യൂണിറ്റ് കോളം 126 എഴുതി. ഒരു യൂണിറ്റിന് 10 രൂപയാണ് സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞേക്കണേ. ക്വസ്റ്റ്യനിലാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ 10 രൂപയാണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 1,260. കിട്ടിയില്ലേ? ഇനി ബാലൻസ് എത്രയുണ്ടോ അത് എവിടേക്കാണ് പോണത്? ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക്. അപ്പോൾ ബൈ ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് അറിയണമെങ്കിൽ പ്രോസസ് 3യുടെ ഔട്ട്പുട്ട് എത്രയാണെന്ന് അറിയണം. എത്രയാണ് പ്രോബ്ലത്തിൽ തന്നേക്കണേ? ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് 3 വിൽ ബി 750. അപ്പോൾ നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്കിന് എഴുതിയിട്ട് യൂണിറ്റ് കോളം 750 എഴുതി. ഇനി രണ്ട് സൈഡും ഒന്ന് യൂണിറ്റ് ടോട്ടൽ ചെയ്ത് നോക്കി. ഡെബിറ്റ് സൈഡ് ടോട്ടൽ 840 മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 126 പ്ലസ് 750 എത്ര വരും? 876 വരും. കണ്ടോ? ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 876 ഉണ്ട്, ഡെബിറ്റ് സൈഡ് ടോട്ടൽ 840 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 36 യൂണിറ്റ് കൂടുതലാണ് വന്നേക്കണേ അല്ലേ? ആ കൂടുതലിനെ നമ്മൾ എന്ത് പേരെ വിളിക്കാറ്? ആക്ച്വൽ ഔട്ട്പുട്ട് കൂടിയല്ലേ നിൽക്കണേ. ആക്ച്വൽ ഔട്ട്പുട്ട് കൂടിയാൽ അത് അബ്നോർമൽ ഗെയിൻ ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതെവിടെ എഴുതണം? പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ എഴുതിക്കോളൂ, ടു അബ്നോർമൽ ഗെയിൻ. എത്ര യൂണിറ്റ് കോളത്തിൽ? 36. ഒരു സ്റ്റാർ കൊടുത്തേക്കുക. എങ്ങനെയാണ് അത് കിട്ടിയെന്ന് മിസ് വർക്കിംഗ് നോട്ടിൽ താഴെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഇൻപുട്ട് എന്ന് പറയുന്നത് 840, അതിൽ നിന്ന് നോർമൽ ലോസ് എന്ന് പറയുന്നത് 126 മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോർമൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് 714 കിട്ടും. പക്ഷേ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ്? 750 ഉണ്ട്. സോ ദ ഡിഫറൻസ് 36 യൂണിറ്റ് വിൽ ബി ദ അബ്നോർമൽ ഗെയിൻ. അപ്പോൾ നമുക്ക് യൂണിറ്റ് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. വാല്യൂ എങ്ങനെയാണ്? സിമിലർ ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. എങ്ങനെയാണ് ലോസ് ചെയ്യണേ അതേപോലെ തന്നെ നമുക്ക് അബ്നോർമൽ ഗെയിനും കാണാം. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ. നോക്കൂ, നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എത്രയാണെന്ന്? ഡെബിറ്റ് സൈഡ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 33,600 പ്ലസ് 5,924 പ്ലസ് 8,000 പ്ലസ് 8,000. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണോ കിട്ടണേ അത് നിങ്ങളൊന്ന് പെൻസിലുകൊണ്ട് എഴുതിയിടാൻ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെൻസിലുകൊണ്ട് എഴുതിയിടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊരു എളുപ്പമുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ എത്രയാണ് കിട്ടണേ? 55,524 ആണ് അവിടെ ടോട്ടൽ കിട്ടണേ. അപ്പോൾ അതേ മൈനസ് നോർമൽ ലോസിൻ്റെ വാല്യൂ എത്രയാണ്? 1,260. അപ്പോൾ നമുക്ക് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 55,524 മൈനസ് 1,260 ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. എത്രയാണ് നോർമൽ ഔട്ട്പുട്ട് കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ? എത്രയാണ്? 714 ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ എത്രയുണ്ട്? 36. അപ്പോൾ നമുക്ക് എത്ര വരും? 2,736 എന്ന ആൻസർ കിട്ടും. അവിടെ 2 സ്റ്റാർ കൊടുക്കുക. ആ എമൗണ്ട് എന്നിട്ട് എവിടേക്ക് എടുത്തെഴുതുക? അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് പ്രോസസ് അക്കൗണ്ടിലേക്ക് എടുത്തെഴുതി. ഇനി നിങ്ങൾ ടോട്ടൽ ചെയ്തോളൂ. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. ബാലൻസിങ് ഫിഗർ എത്ര കിട്ടണോ അതെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് എഴുതിയിരിക്കുന്ന ആ എമൗണ്ട് കോളത്തിലേക്ക് എഴുതുക. ഇൻ ദിസ് പ്രോബ്ലം ദ ബാലൻസിങ് ഫിഗർ അവിടെ മിസ് എഴുതാൻ വിട്ടിട്ടുണ്ട്. നിങ്ങൾ റെഡിങ് കൊണ്ട് അവിടെ ബാലൻസിങ് ഫിഗറിന് എഴുതുക കേട്ടോ. റെഡിങ് കൊണ്ടല്ല, ബാലൻസിങ് ഫിഗറിന് എഴുതി വയ്ക്കുക. എത്രയാണ് വരുന്നത്? 750 യൂണിറ്റും
57,000. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിനിഷ്ഡ് സ്റ്റോക്കായിട്ട് നമുക്ക് വരണേ. ചെയ്ത് കഴിഞ്ഞിട്ടില്ല, ഇത്രയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര കിട്ടും? 57,000 ഡിവൈഡഡ് ബൈ 750 എന്ന് പറയുമ്പോൾ ₹76. ഒരു യൂണിറ്റിന് 76 രൂപയാണ് ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം മിസ് ഓൾറെഡി ശരിക്കും പ്രോബ്ലം ഇവിടെ അവസാനിച്ചു. ഇത്രയേ ഉള്ളൂ നമുക്ക്. പക്ഷേ ഇതൊരു എസ്സേ പ്രോബ്ലമാണ്. നിങ്ങൾക്ക് 15 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് അല്ലെങ്കിൽ 10 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പ്രോസസ്സ് 3 അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ പോരാ. യു ഹാവ് ടു പ്രിപ്പയർ നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് അബ്നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്, നോർമൽ ലോസ് അക്കൗണ്ട്, ഇത് മൂന്നും കൂടെ വരയ്ക്കാം. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്താണ്, ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് അബ്നോർമൽ ലോസ് അക്കൗണ്ടും അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും വരയ്ക്കേണ്ടതെന്ന്. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഫസ്റ്റായിട്ട് ഏതാണ്? പ്രോസസ് 2ലാണ് അബ്നോർമൽ ലോസ് വന്നേക്കണേ. അപ്പോൾ ആദ്യം തന്നെ പ്രോസസ് 2 അക്കൗണ്ട് 15 യൂണിറ്റും എമൗണ്ട് 600. ഇനി അബ്നോർമലിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? ആ 15 യൂണിറ്റിനും 8 രൂപ വെച്ച് നമുക്ക് എന്ത് കിട്ടും? സ്ക്രാപ്പ് വാല്യൂ വിറ്റ് കിട്ടും. അപ്പം നമ്മളത് വിറ്റ് കിട്ടിയെന്ന് കാണിക്കാൻ ബൈ ക്യാഷ് അറ്റ് ദ റേറ്റ് ഓഫ് 8 പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് 15 യൂണിറ്റ് 8 rupees വെച്ച് 120 എഴുതി. ഇനി ബാലൻസ് എത്രയുണ്ടോ അത് നമ്മുടെ നഷ്ടമാണ്. എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു 480. അങ്ങനെ ടോട്ടൽ 15,600. ഓക്കെ, ഇനി അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ബൈ പ്രോസസ് 3 അക്കൗണ്ട് 36 യൂണിറ്റ് 2,736 എമൗണ്ട്. ഇനി ഇവിടെ ഇന്ന് എന്താ പഠിപ്പിച്ച മിസ്? ക്യാഷ് കിട്ടല്ലേ ചെയ്യണേ, കിട്ടേണ്ട ക്യാഷ് നഷ്ടപ്പെടുക ചെയ്യണേ അല്ലേ? നോർമൽ ലോസിൽ കുറയുക ചെയ്യണേ. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ ലോസ് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? 36 യൂണിറ്റിന് 10 രൂപ വെച്ച് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടിയില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് 36 യൂണിറ്റ് എമൗണ്ട് 360. അപ്പോൾ ബാലൻസ് ഉള്ളത് നമ്മുടെ ലാഭമാണ്. കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ബാലൻസിങ് ഫിഗർ എത്രയാണ്? 2,376. ഇനി അടുത്തത് നോർമൽ ലോസ് അക്കൗണ്ട് ആണ്. നോർമൽ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോസസ്സിലും എന്തുണ്ട്? നോർമൽ ലോസ് ഉണ്ട് അല്ലേ? അപ്പോൾ എല്ലാ പ്രോസസ്സിൽ നിന്നും അതെടുത്ത് എഴുതിക്കോളൂ. പ്രോസസ് 1 അക്കൗണ്ട് 50 യൂണിറ്റ് 200. പ്രോസസ് 2 അക്കൗണ്ട് 95,760. പ്രോസസ് 3 അക്കൗണ്ട് 126, 1,260. അത്രയാണ് ഡെബിറ്റിൽ വരണം എല്ലാ പ്രോസസ് അക്കൗണ്ടിൽ നിന്നും. ഇനി നോർമൽ ലോസിലൊരു കുറവ് വന്നേക്കുന്നത് ഏത് മാത്രമേ ഉള്ളൂ? അബ്നോർമൽ ഗെയിൻ വന്ന 36 യൂണിറ്റ് മാത്രമാണ് നോർമൽ ലോസ് കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് എഴുതാം ബൈ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് 36 യൂണിറ്റിന് 360 രൂപ വെച്ച്. ബാക്കി എല്ലാം നമുക്ക് വിറ്റ് കാശ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ബൈ ക്യാഷ് ബാലൻസിങ് ഫിഗർ സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് എഴുതാം. അപ്പോൾ ബാക്കി 235 യൂണിറ്റും വിറ്റ് നമുക്ക് കാശ് കിട്ടി. എത്ര രൂപ മൊത്തം കിട്ടിയിട്ടുണ്ട്? 1,860 രൂപ. ഓക്കെ, അബ്നോർമൽ ഗെയിൻ ഉണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് നോർമൽ ലോസ് കുറഞ്ഞു, വിൽക്കാൻ പറ്റിയില്ല. ബാക്കി അങ്ങനെ തന്നെ നമുക്ക് ക്യാഷായിട്ട് റിയലൈസ് ചെയ്തു. 2 സൈഡും അപ്പോൾ ടോട്ടൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ബോത്ത് സൈഡ് ടോട്ടൽ ചെയ്തിട്ടു. അപ്പോൾ നമുക്ക് നോക്കിക്കോളൂ. ഇഫ് ഇറ്റ് ഈസ് ആസ്ക്ഡ് ഫോർ ആൻ എസ്സേ ക്വസ്റ്റ്യൻ ഫോർ ദി യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ, you have to prepare process account, abnormal loss account, abnormal gain account and normal loss account. Then only the problem will be completed. നമുക്ക് പ്രോസസ് അക്കൗണ്ട് മാത്രം വരച്ചാൽ പോരാ, ഇതെല്ലാം വരയ്ക്കുമ്പോഴാണ് നമ്മുടെ പ്രോബ്ലം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എസ്സേ ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ ദ കോപ്പറേഷൻ. മിസ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കുക, തനിയെ ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം അത് ക്ലിയർ ചെയ്യാൻ മിസ് ചെയ്തേക്കുന്ന സൊല്യൂഷൻ നോക്കുക. അല്ലാതെ മിസ്സിൻ്റെ സൊല്യൂഷൻ നോക്കി ടീച്ചർ കോപ്പി ചെയ്യണ ഇത് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കിട്ടില്ല. നിങ്ങൾ തനിയെ ചെയ്ത് ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. ഓക്കെ, സോ ഈ സെയിം ടൈപ്പ് പ്രോബ്ലം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ദി കോപ്പറേഷൻ.